ഹലോ, ഹായ്, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്, ഇന്ന് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമാണ്. ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. പ്രവാചക നിയോഗത്തിൻ്റെ സുഗന്ധം എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ യൂസുഫ് മുഹമ്മദ് നദ്വി ഉസ്താദ് വെള്ളിത്തെളിച്ചം എന്ന പംക്തിയിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ആ ഒരു ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് പ്രിയപ്പെട്ട ഉസ്താദ് എഴുതിയിട്ടുള്ളത്. ആ ഒരു ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഞാൻ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. താങ്കളെ നാം ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. അൽ അംബിയ വിശുദ്ധ ഖുർആനിലെ ഈ പ്രഖ്യാപനം മാനവരാശിയുടെ ഭാവിയെ മാറ്റിമറിച്ച മഹാദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു. ഇരുളടഞ്ഞ ലോകത്തിലേക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടും മൃഗീയമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യരെ ഉത്തമ സംസ്കാരത്തിലേക്ക് നയിച്ചുകൊണ്ടും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദൗത്യം ആരംഭിച്ചു. ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിലേക്കോ ദേശത്തിലേക്കോ കാലഘട്ടത്തിലേക്കോ മാത്രമായിരുന്നില്ല മുഹമ്മദീയ നിയോഗം. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമായിരുന്നു. ഈ ഭൗതികവും ആത്മീയവുമായ നാശത്തിൻ്റെ വക്കിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ച ഈ നിയോഗം സമാനതകളില്ലാത്ത പരിവർത്തനമാണ് മനുഷ്യ ചരിത്രത്തിലുണ്ടാക്കിയതെന്ന് ചരിത്രാന്വേഷികൾക്കറിയാം. ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിത ദൗത്യം എന്താണെന്നറിയാതെ അലയുകയായിരുന്നു. സ്വന്തം കരങ്ങൾ നിർമ്മിച്ച പ്രതിമകളെ ആരാധിച്ചും ഗോത്രവർഗത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിച്ചും സ്ത്രീകളെ അടിമകളാക്കിയും ദുർബലരെ ചൂഷണം ചെയ്തും മദ്യപാനവും വ്യഭിചാരവും മുഖ്യ വിനോദമാക്കിയും അവർ ജീവിച്ചു. ഇത്തരമൊരു സമൂഹത്തെയാണ് പ്രവാചകൻ അഭിമുഖീകരിച്ചത്. ശുദ്ധമായ ഏകദൈവ വിശ്വാസം, മാനവിക സമത്വം, മനുഷ്യൻ്റെ അന്തസ്സ് എന്നീ ആശയങ്ങളാണ് പ്രവാചക നിയോഗം മാനവരാശിക്ക് നൽകിയ പ്രധാനപ്പെട്ട 3 സംഭാവനകൾ. ഏകദൈവ വിശ്വാസം. പ്രവാചകൻ മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ശുദ്ധമായ ഏകദൈവ വിശ്വാസമായിരുന്നു. സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും മനുഷ്യ മനസ്സിനെയും ആത്മാവിനെയും സ്വതന്ത്രമാക്കിയൊരു വിപ്ലവമായിരുന്നത്. ഭയത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും തടവറയിലായിരുന്ന ആ കാലത്തെ മനുഷ്യർ മഴ, കാറ്റ്, കൃഷി, കച്ചവടം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ദൈവങ്ങളെ തേടി അലയുന്നവരായിരുന്നു. സ്വന്തം കൈകൊണ്ട് കുത്തിയുണ്ടാക്കിയതും യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതുമായ വിഗ്രഹങ്ങൾക്ക് മുന്നിലവർ തലകുനിച്ചു. ഒരു ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ പോലും അത് വീണ്ടെടുക്കാൻ അവർക്ക് കഴിയില്ല. തേടുന്നവനും തടസ്സപ്പെടുന്നവനും ദുർബലർ തന്നെ. അൽ ഹജ്ജ് 73. ഈ ഖുർആൻ സൂക്തം അന്നത്തെ മനുഷ്യരുടെ അന്ധവിശ്വാസത്തെ വരച്ചു കാണിക്കുന്നതാണ്. കല്ലിനെയും മരത്തെയും മൃഗങ്ങളെയും ആരാധിച്ചു കഴിഞ്ഞ അവരുടെ മിഥ്യാധാരണകളും ഭയാശങ്കകളും അവരുടെ ജീവിതത്തെ തന്നെ ദുരിതപൂർണമാക്കി. പ്രവാചകൻ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റൊരാളുമില്ല എന്ന തത്വം ഈ ഇരുട്ടിലേക്ക് വെളിച്ചമെത്തിക്കുന്നതായിരുന്നു. എല്ലാ വിഹ്വലതയിൽ നിന്നും
അത് മനുഷ്യനെ ബോധിപ്പിച്ചു. ഉപകാരവും ഉപദ്രവവും മരണവും ജീവിതവുമെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കി. ഈ വിശ്വാസം അവരെ ധീരവും ആത്മവിശ്വാസമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമാക്കി തീർത്തു. മനുഷ്യൻ്റെ മുന്നിൽ തലകുനിക്കേണ്ടതില്ലെന്നും ദുർബലരായ സൃഷ്ടികളെ ഭയപ്പെടേണ്ടതില്ലെന്നും സൃഷ്ടാവിനെ മാത്രം ഭയന്നാൽ മതിയെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ ഏകദൈവ വിശ്വാസം മനുഷ്യൻ്റെ ചിന്തകളെ പുനഃക്രമീകരിച്ചു. അതിൻ്റെ ഫലമായി മറ്റു മതങ്ങളും ക്രമേണ ഈ വിശ്വാസത്തെ അംഗീകരിക്കാൻ നിർബന്ധിതരായി. ഈ വിശ്വാസം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അഭിമാനവും സമാധാനത്തിൻ്റെ ഉറവിടവുമായി മാറുകയുണ്ടായി. മാനവിക സമത്വം എന്ന തലക്കെട്ടിൽ പ്രവാചക നിയോഗം നൽകിയ രണ്ടാമത്തെ മഹത്തായ സംഭാവന മനുഷ്യർക്കിടയിലെ അനീതിയും വിവേചനവും തുടച്ചു നീക്കി സമത്വവും സാഹോദര്യവും സ്ഥാപിച്ചതാണ്. പ്രവാചകൻ്റെ ആഗമനത്തിനു മുമ്പ് ലോകം മുഴുവൻ വിവേചനത്തിൻ്റെ കൂരിരുളിലായിരുന്നു. നിറത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ മനുഷ്യർ വേർതിരിക്കപ്പെട്ടു. മനുഷ്യനെ അടിമകളാക്കി, സ്ത്രീകളെ കച്ചവടക്കാരാക്കി, സമ്പന്നർക്ക് പ്രത്യേക നിയമങ്ങളും ദരിദ്രർക്ക് മറ്റൊരു നിയമങ്ങളുമായിരുന്നു പ്രവാചക നിയോഗം. ഈ അവസ്ഥയെ മാറ്റിമറിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഏകനാണ്, നിങ്ങളുടെ പിതാവും ഏകനാണ്. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്. ആദം മണ്ണിൽ നിന്നുണ്ടായതും. ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ഏറ്റവും ഭയഭക്തിയുള്ളവരാണ്. അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല, അനറബിക്ക് അറബിയേക്കാളും തദൈവ. വെളുത്തവനെ കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല, കറുത്തവനെ വെളുത്തവനേക്കാളും തദൈവ. ഭയഭക്തിയുടെ കാര്യത്തിലല്ലാതെ ലോകത്തെ നടുക്കിയ ഒരു വിപ്ലവമായിരുന്നു ഈ പ്രഖ്യാപനം. രണ്ട് പ്രധാന ആശയങ്ങളാണ് പ്രതിനിധാനം ചെയ്തത്. ഒന്ന്, ദൈവത്തിൻ്റെ ഏകത്വം. എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവ് ഏകനാണ്. അതുകൊണ്ട് അവർക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാവാൻ പാടില്ല. രണ്ട്, മാനവിക ഐക്യം. എല്ലാ മനുഷ്യരും ഒരൊറ്റ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ്. അതിനാൽ അവർ പരസ്പര സഹോദരങ്ങളാണ്. അന്നത്തെ ലോകത്ത് രാജാക്കന്മാർ തങ്ങളെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മക്കളായി പ്രഖ്യാപിച്ചിരുന്നു. ചിലർ ദൈവത്തിൻ്റെ അവതാരങ്ങളാണെന്ന് വാദിച്ചു. ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്നത് ദൈവിക രക്തമാണെന്ന് മറ്റു ചിലരും. എന്നാൽ ഇസ്ലാം ഈ ചിന്തകളെ എല്ലാം തകർത്തെറിഞ്ഞു. വംശീയതയും വർണ്ണവറിയും ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രവാചകൻ മുന്നോട്ട് വച്ച വിശാലമായ വിശ്വമാനവിക ആശയം സർവകാല പ്രസക്തിയോടെ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും അടിസ്ഥാന തത്വമായി മാറിയിരിക്കുന്നു. ഇത് സ്ഥലകാലഭേദമന്യേ പ്രവാചക ദൗത്യത്തിൻ്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, മനുഷ്യരുടെ അന്തസ്സ്. പ്രവാചക നിയോഗം മാനവരാശിക്ക് നൽകിയ മൂന്നാമത്തെ അമൂല്യമായ സംഭാവന മനുഷ്യൻ്റെ അന്തസ്സും മഹത്വവും പുനഃസ്ഥാപിച്ചതാണ്. പ്രവാചക നിയോഗത്തിന് മുമ്പ് മനുഷ്യർ വളരെ നിന്ദ്യമായ അവസ്ഥയിലായിരുന്നു. ചില മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പോലും അവയെ ആരാധിക്കുന്ന മനുഷ്യരെക്കാൾ വിലയുണ്ടായിരുന്നു. ദുർബലരെ പൂർണ്ണമായി അവഗണിച്ചു. ഈ അവസ്ഥയിൽ നിന്ന് ഇസ്ലാം മനുഷ്യനെ കരകയറ്റി. തീർച്ചയായും നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു. കടലിലും കരയിലും നാം അവരെ സഞ്ചരിപ്പിച്ചു. അവർക്ക് നാം വിശിഷ്ട വിഭവങ്ങൾ നൽകി. ഇതര സൃഷ്ടികളെക്കാൾ നാം അവരെ ശ്രേഷ്ഠരാക്കി. അൽ ഇസ്രാ 70. എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ ആശ്രിതരാണ്. അവരിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ഹദീസ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആദരണീയനും
വിലപ്പെട്ടവനും മനുഷ്യരാണെന്നും മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്നും ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. അള്ളാഹു പറയുന്നു, ആദമിൻ്റെ പുത്ര, എനിക്ക് അസുഖമായിരുന്നു, നീ എന്നെ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അല്ലാഹ്, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും? അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ അടിമക്ക് അസുഖമായിരുന്നു, നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ അവൻ്റെ അടുത്ത് കാണാമായിരുന്നു. ആദമിൻ്റെ പുത്ര, ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അല്ലാഹ്, ഞാൻ എങ്ങനെ നിനക്ക് ഭക്ഷണം തരും? അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ അടിമ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, നീ അവന് ഭക്ഷണം കൊടുത്തില്ല. നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ അത് എൻ്റെ അടുത്ത് ലഭിക്കുമായിരുന്നു. മുസ്ലിം. മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്നും സൂറത്തുൽ ബഖറയിലെ സന്ദേശവും കൂടി അവിടെ പ്രസക്തമാണ്. മനുഷ്യൻ ദൈവത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നു. മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം ദൈവത്തോടുള്ള കാരുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ മഹത്വത്തെ എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മനസ്സിലാക്കാം. ഇന്ന് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ 3 അടിസ്ഥാന തത്വങ്ങളിലുണ്ട്. പ്രവാചകൻ മനുഷ്യന് നൽകിയ ഈ സമ്മാനങ്ങൾ ലോകത്തെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള വഴിയാണ്. ഈ സന്ദേശം ഓരോ മനുഷ്യനും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ലോകത്ത് സമാധാനവും നീതിയും സ്നേഹവും നിലനിൽക്കുകയുള്ളൂ. പ്രിയങ്കരനായ യൂസുഫ് മുഹമ്മദ് നദ്വി ഉസ്താദിൻ്റെ ഈ വെള്ളിത്തെളിച്ചം എന്ന പങ്ക്തിയിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം ഏറെ ശ്രദ്ധേയമാണ്, മനസ്സിൽ തട്ടുന്നൊരു ലേഖനമാണ്. പ്രവാചക നിയോഗത്തിൻ്റെ സുഗന്ധം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ഉസ്താദ് ഒരു 3 ഹെഡിങ്ങിലായിട്ടാണ് ഇത് നമുക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. 1 ഏകദൈവ വിശ്വാസം, 2 മാനവിക സമത്വം, 3 മനുഷ്യരുടെ അന്തസ്സ്. ഈ 3 തലക്കെട്ടിൽ കൃത്യമായി തന്നെ ഈ വിഷയം കൃത്യമായി ഉസ്താദ് നമ്മൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓർത്തെടുക്കുന്ന ഈ ഒരു മാസത്തിൽ അതിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ലേഖനം നമ്മൾക്ക് മുമ്പിൽ എത്തിച്ച പ്രിയപ്പെട്ട ഉസ്താദിനെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഈ പ്രവാചക പ്രകീർത്തനവും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തി ഉറങ്ങുന്ന മസ്ജിദുൻ നബവിയിൽ നേരിട്ടെത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്ന് സലാം പറയാനും പരിശുദ്ധമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് പരിശുദ്ധ ഹറമിലൊക്കെ എത്തി സന്തോഷത്തോടെ നമുക്കൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ എത്താനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഒരിക്കലെങ്കിലും നമുക്കവിടെ എത്താൻ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും ആഫിയത്തോടുള്ള ദീർഘായുസ്സ് പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള സുപ്രധാനമായ ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, മാസ്സലാം.